നമസ്കാരം. ഈ നക്ഷത്ര ജാതകരെ ആരും മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കരുതേ. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ, തീർച്ചയായും നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയായിരിക്കും. അത്രയേറെ ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉള്ളവർ തന്നെയാണ് ഈ പറയുന്ന 9 നക്ഷത്ര ജാതകർ. ഇവർ ആരെയും സഹായിക്കും. ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറുള്ളവരാണ് ഇവർ സ്നേഹസമ്പന്നരാണ്, ഈശ്വരാധീനം കൂടുതലുള്ളവരാണ്, ഈശ്വരനെ ഒരുപാട് വിശ്വസിക്കുന്നവരുമാണ്. പക്ഷെ പലപ്പോഴും ഇവർക്ക് ചതിവുകൾ പറ്റാൻ ഇടയുണ്ട്. പല നല്ല കാര്യങ്ങളും ചെയ്യാറുണ്ട് പലർക്കും. പക്ഷേ അവസാനം ഇവർക്ക് പേരുദോഷം മാത്രമേ ലഭ്യമാകുകയുള്ളൂ. വളരെയേറെ സ്നേഹസമ്പന്നരായ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ വളരെയേറെ അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റേതാണ്. ആ ഭാഗ്യശാലികളായ, ആ എല്ലാ രീതിയിലും സൗഭാഗ്യം ഏറെയുള്ള ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഒരുപാട് നന്മകൾ ചെയ്യുന്ന, എല്ലാ രീതിയിലും ഐശ്വര്യമുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ഈ നക്ഷത്രമാണ് എങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ഒരു ഐശ്വര്യമാണ്. കാർത്തിക നക്ഷത്രമുള്ള കുടുംബത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. എന്നായാലും ആ വീട് രക്ഷപ്പെടും എന്നതിൻ്റേത്. തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർ ഭാഗ്യശാലികളാണ്, നേട്ടം ഒരുപാടുണ്ടാക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടോ ആരെ സഹായിക്കുന്നുവോ അവരൊക്കെയും ഈ കാർത്തിക നക്ഷത്ര ജാതകരെ ചതിച്ചിട്ടേ ഉണ്ടാകുകയുള്ളൂ. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ, ആരെയും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിശ്വാസ്യത ഇവരിലുണ്ട്. പലപ്പോഴും അത് ചതിയിലാണ് അവസാനിക്കുക. അങ്ങനെ ചതിയിൽ അവസാനിച്ചാൽ പിന്നീട് അവർ തിരിഞ്ഞുപോലും നോക്കില്ല. അവർ അവിടെ വെച്ച് അവരെ വെറുത്തിരിക്കും. പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് അവർ ഒരിക്കലും കടന്നു വരാറുമില്ല. അതായത് ഇവർ ചെയ്യുന്ന നന്മകളൊക്കെ ജലരേഖകളാണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇവർ ആർക്കെന്തു ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഏറ്റവും അവസാനം ഇവർക്ക് തന്നെ കോടാലിയായി മാറും. ഉറപ്പുള്ള കാര്യമാണ്. ഇവർ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അധിക നാൾ നിലനിൽക്കില്ല. കാരണം തെറ്റ് എവിടെ കണ്ടാലും പ്രതികരിക്കാൻ ഇവർ എപ്പോഴും മുന്നിലുണ്ടാകും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം ഒരുപാട് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ സാധ്യമാകും. അത്രയേറെ ഭാഗ്യമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകളിൽ വന്നു ചേരുന്നത്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്ര നക്ഷത്ര ജാതകർക്കും ഇനിയുള്ള നാളുകൾ ഒരുപാട് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റേതുമായിരിക്കും. ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഈ നക്ഷത്ര ജാതകരും മുൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങളും അതുപോലെ തന്നെ അറിഞ്ഞ് സഹായിക്കുന്നവരുമൊക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവരുടെ ജീവിതത്തിലും ഒരുപാട് അബദ്ധങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവർക്ക് വിരോധികളായിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ളവരാണ്, സ്നേഹസമ്പന്നരാണ്. പക്ഷേ പലപ്പോഴും ഇവർക്ക് ചതിവേ പറ്റിയിട്ടുള്ളൂ. ആർക്കെങ്കിലും ഒരു 10 രൂപ അങ്ങോട്ടൊന്ന് കടം കൊടുത്താൽ മതി, അത് തിരിച്ചു കിട്ടത്തില്ല. ഇവരെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്ര ജാതകർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് സ്നേഹമുള്ളവരാണ്, സ്നേഹസമ്പന്നരാണ്, നയിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ എന്തുകൊണ്ടോ അബദ്ധങ്ങൾ മാത്രമേ ഈ നക്ഷത്ര ജാതകർക്കും പറ്റാറുള്ളൂ. അതുപോലെ തിരുവാതിര നക്ഷത്ര ജാതകർ ആരെയും ആത്മാർത്ഥമായി വിശ്വസിക്കും. പക്ഷേ ചതിവുകൾ ഇവർക്ക് ഒപ്പമുണ്ട്. അതായത് കൂടുതലും ഇവരെ ചതിക്കുന്നത് ഇവരോടൊപ്പമുള്ളവർ തന്നെയാണ്. അത് ബന്ധുക്കളാകാം, അതുപോലെ തന്നെ സഹോദരങ്ങളാകാം, കൂട്ടുകാരാകാം. അങ്ങനെയൊക്കെ ഒരുപാട് ചതിവുകളൊക്കെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പറ്റാറുണ്ട്. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്കും തിരിച്ചല്ല, ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇവർക്കും അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. എന്നാലും ഇവർ പഠിക്കില്ല,
അതുപോലെ തന്നെ വീണ്ടും ഇവർ അടുത്തു കൂടുമ്പോൾ അവരെ ചേർത്ത് നിർത്താറുണ്ട് ചോദ്യനക്ഷത്ര ജാതകർ. അതൊക്കെ മാറണം. ഇവർ അല്പം ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുപോലെ ചതയ നക്ഷത്ര ജാതകർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടക്കാറുള്ളത്. ഇനി ചതയ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും. ഉറപ്പായ കാര്യമാണ്. ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ഇവരെ തേടിയെത്തിയിരിക്കുന്നത്. ഒരുപാട് ചതിവുകളും വഞ്ചനകളും ഒക്കെ ഇവർക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ കൂടെ നിന്നവർ തന്നെ ഇവരെ ചതിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഇവരുടെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഈ 1.5 വർഷക്കാലത്തേക്ക് ഈ ആയില്യ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു. അതൊരു ജോലിയുടെ കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. എന്നാൽ ആയില്യ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള സമയം ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഒത്തിരി സൗഭാഗ്യങ്ങൾ, ഒത്തിരി നേട്ടങ്ങൾ ഇവരെ തേടി വരും. കൊതിച്ചതൊക്കെ നേടുവാൻ ആയില്യം നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ, പ്രത്യേകിച്ച് ജനുവരി മാസം 5, 6, 7, 8 തീയതികളിൽ നടന്നിരിക്കും. ആയില്യം നക്ഷത്ര ജാതകരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ആരെയും സഹായിക്കും. പക്ഷേ ചതിവുകൾ ഇവർക്ക് ധാരാളം പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങനെ പറ്റരുത്. അതിന് അല്പം കരുതലെടുക്കുന്നത് നന്നായിരിക്കും ഈ നക്ഷത്ര ജാതകർ. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും മറിച്ചല്ല. അവരും ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സഹിച്ച് പലരെയും പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇവർക്കൊക്കെ അബദ്ധങ്ങൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. ആരെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവരെ തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട്. അല്ല, പാമ്പിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കണക്ക് ഇവർ സഹായിക്കാൻ ചെല്ലും, അത് കൊത്തും. തീർച്ചയായും സഹായമൊക്കെ വാങ്ങിയതിന് ശേഷം തിരിഞ്ഞ് കടിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം തൃക്കേട്ട നക്ഷത്ര ജാതകർ. അല്പം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും നല്ല സമയമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ അല്പം ശ്രദ്ധിച്ച് മുന്നേറിയില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ വന്നേക്കാം. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഈശ്വരവിശ്വാസം കൂടുതലുള്ള നക്ഷത്രമാണ്. ആർക്കും എന്തും നൽകാൻ മനസ്സുള്ളവരാണ്. ഭാഗ്യശാലികൾ തന്നെയാണ്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടോ പല ഭാഗത്തു നിന്നും ചതിവുകളും വഞ്ചനകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവർ ആരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇവരെ ചതിച്ചിട്ടുള്ള ഒരു ചരിത്രം അറിയുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഈ പറഞ്ഞ കാർത്തികയായാലും ഉത്രമായാലും ഉത്രാടമായാലും തിരുവാതിരയാണെങ്കിലും ചോതിയാണെങ്കിലും ചതയമാണെങ്കിലും ആയില്യമാണെങ്കിലും തൃക്കേട്ടയാണെങ്കിലും രേവതിയാണെങ്കിലും ഇവരൊക്കെ പോകേണ്ടതായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് ഇപ്പോൾ ഇവരുടെ രീതികളൊക്കെ മാറും. ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. ഇവരുടെ ഇനിയുള്ള നാളുകൾ ഏറെ സൗഭാഗ്യത്തിൻ്റേതാണ്. നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കേണ്ട സമയമാണ്. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകേണ്ടവരാണ്. ഇവർക്കൊക്കെ ലോട്ടറി വരെ അടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇവർ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവർക്ക് പല രീതിയിൽ നിന്നും ഒളിയമ്പുകൾ ശത്രുക്കൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം കരുതലോടുകൂടി ഇരിക്കേണ്ട നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. അബദ്ധം പറ്റിയിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. ഭാഗ്യശാലികൾ തന്നെയാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. ഈ നക്ഷത്രജാതകർ ആരെങ്കിലും ദേവീഭക്തരാണ് എങ്കിൽ തീർച്ചയായും അമ്മേ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണം. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 94 967 24 401 എന്നതാണ് വാട്സാപ്പ് നമ്പർ. ലക്കി നമ്പേഴ്സൊക്കെ ആവശ്യമുള്ളവരും അതുപോലെ തന്നെ ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ പേരിൻ്റെ ഭാഗ്യ നമ്പരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.
അയച്ചു തരുന്നതാണ്. തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിവുള്ള സമയം തന്നെയാണ്. അങ്ങനെ കഴിയട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം. వెంకటరమణ గోవిందా